ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ എഗ് ബിരിയാണി റെഡിയാക്കാം. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഈ ബിരിയാണി വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്നൊരു ബിരിയാണി കഴിക്കാൻ തോന്നിയ എഗ് അവൈലബിൾ ആണല്ലോ എന്നുള്ള കാര്യം മറന്നു പോകണ്ട. എന്നാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു 4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും റൈസിനൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ബേ ലീഫും 2-3 പച്ചമുളക്, 2 തക്കോലം, 4 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു 5-6 കുരുമുളകും പിന്നെ 2 പീസ് കറുകാപ്പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ളി കുക്ക് ചെയ്താണ് റൈസ് എടുക്കുന്നത്, അതുകൊണ്ടാണ് നെയ്യ് ഇടുന്നത്. നിങ്ങൾ ഹാഫ് കുക്ക് ചെയ്തൊക്കെ 90% 80% ഒക്കെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി, പിന്നീട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്ന അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് വേണ്ടിയത്. അതുപോലെ ഞാൻ 2 ഗ്ലാസോളം അരി എടുത്തിട്ടുണ്ട്, ഇതുപോലെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓവർ കുക്കായി പോകാതിരിക്കാനായിട്ട് ഇത് ഒരു വലിയ പാത്രത്തിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രൈഡ് ഒണിയൻ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഒണിയൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഫ്രൈ ചെയ്തെടുത്ത ഒണിയൻ ഒരു പേപ്പർ ടവലിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒണിയനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബിരിയാണിക്ക് ഈ ഫ്രൈ ചെയ്ത എഗ്ഗ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ സെയിം എണ്ണ തന്നെ വേറൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പീസ് ജാതിപത്രി, 2 പീസ് കറുകപ്പട്ട, 1 ബ്ലാക്ക് കാർഡമം, 4 ഏലക്ക, ഒരു 3-4 കുരുമുളകും, 1 ബേ ലീഫും, 1 ടീസ്പൂണോളം ചെറിയ ജീരകം അല്ലെങ്കിൽ ഷാജീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ഒനിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ബ്രൗൺ ഒന്നും ആകണ്ട. ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതും ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂണോളം ബിരിയാണി മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾ, 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഫ്രൈഡ് ഒണിയൻ്റെ ഒരു 1/2 കപ്പോളം ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ടൊമാറ്റോ പ്യൂരി ഇട്ട് കൊടുക്കുവാണ്. ഞാനൊരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഒരു പകുതി നാരങ്ങയോളം പിഴിഞ്ഞൊന്നൊഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ പുതിന ഇലയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുവാണ്. ഇത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനൊരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തൈര് സ്പ്ലിറ്റായി പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തൈരൊക്കെ ചേർത്ത് കൊടുത്തതായതുകൊണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇപ്പോൾ ചേർത്ത് കൊടുക്കുവാണ്. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഈ എഗ്ഗ് ഈ മസാലയിൽ കിടന്ന് ഒന്ന് കുക്ക് ചെയ്ത ശേഷം നമുക്ക് എഗ്ഗും മസാലയും കൂടെ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്കിത് ലെയർ ചെയ്യാനായിട്ട് ഞാൻ ഈ എഗ്ഗും മസാലയും കൂടെ കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിൽ അടിയിൽ കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുവാണ്. ഇതുണ്ട്, റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ നേരത്തെ റൈസ് കുക്ക് ചെയ്യാൻ നേരം ഇട്ടിരുന്ന കുറേ തക്കോലം ബേ ലീഫൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ മസാലകൾ നമുക്കൊരു ഫ്ലേവർ മാത്രം മതിയായിരുന്നു. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും മസാലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്.
ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ കുറച്ചിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മസാല തന്നെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മസാല എഗ്ഗും പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മസാലകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില പുതിനയിലയൊക്കെ ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ഇച്ചിരി പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഹോളുകളാക്കി ഈ ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിക്ക് നെയ്യ് ഇട്ടിട്ടില്ല. നെയ്യില്ലാതെ നമുക്ക് ബിരിയാണി അങ്ങോട്ട് ഒരു ഗുമ്മാവത്തില്ല. അതുകൊണ്ട് അവിടെ ഇവിടെ ഇതുപോലെ ചെറിയ ഹോളുകൾ ഇട്ടിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ദം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ടൈമിൽ ഫ്രൈഡ് ഓണിയനും കൂടി ഇട്ട ശേഷം ഫയറിൻ്റെ മുകളിൽ അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബിരിയാണിയുടെ പാത്രം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 8-10 മിനിറ്റ് സ്റ്റീം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാം കേട്ടോ. ഞാൻ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ അല്ല നിങ്ങൾ ബിരിയാണി റെഡിയാക്കുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.